ഹായ് ഫ്രണ്ട്സ്, ബിൽഡക്കേഴ്സ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയുള്ള ഞങ്ങളുടെ വീഡിയോകൾക്കൊക്കെ നിങ്ങൾ നൽകിയിട്ടുള്ള വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു പിന്തുണയാണ്. ആ പിന്തുണക്കൊക്കെ സ്പെഷ്യൽ താങ്ക്സ് ടു എവ്രി വൺ. ഈ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബാക്കി ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോകളൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പാടൂർ എന്ന് വെച്ചാൽ ചേറ്റുവൊക്കെ അടുത്ത് ഉള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ നമുക്ക് പുറത്തേക്ക് മറ്റം മുല്ലശ്ശേരി വഴിയൊക്കെ ഇവിടെ വരാം. അപ്പോൾ ഈ പാടൂരിലുള്ള മുസ്ലിം വീട്ടിൽ അനസ് അതുപോലെ നസ്രിയ ദമ്പതികളുടെ വീടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇത് വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു വീടാണ്. ഈ വീടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ഈ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് 3500 സ്ക്വയർ ഫീറ്റിൽ പണിതിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ള വീടാണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്തിട്ടുള്ളത് എഞ്ചിനീയർ ഫൈസലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുള്ളത് അഖിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് പറയുമ്പോൾ ബിൽഡക്കേഴ്സ്, ചങ്ങനകുളത്തെ ബിൽഡക്കേഴ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ ഷോറൂമിൽ നിന്നാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ടൈൽസ് ആൻഡ് സാനിറ്ററി ഉൽപ്പന്നങ്ങൾ മുഴുവൻ നമ്മൾ സപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ വീട്ടിലൊക്കെ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ചെറിയൊരു സിറ്റ് ഔട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ സിറ്റ് ഔട്ടിനകത്ത് വിരിച്ചിട്ടുള്ളത് സെപ്പോഡി ബീജ് എന്ന് പറയുന്ന സൺഹാർട്ടിൻ്റെ സ്പെഷ്യൽ കളക്ഷനാണ്. സെപ്പോഡി ബീജ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽപ്പെട്ട 6x4 സൈസിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ഇതിവിടെ മാത്രമല്ല, ത്രൂ ഔട്ട് ഈ വീടിനകത്തൊക്കെ ഫ്ലോറിൽ ഇതേ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സൺഹാർട്ടിൻ്റെ സെപ്പോഡി ബീജ് നമ്മുടെ അടുത്ത് എല്ലാ സൈസിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ വലിയ സൈസ് 8x4 അതുപോലെ തന്നെ ചെറിയ സൈസുകളിലൊക്കെ ഇതേ സെയിം പാറ്റേൺ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യത്തിൻ്റെ സ്റ്റെപ്പിലും ഈ എഡ്ജസിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് സ്പാർക്കിൾ ബ്രൗൺ എന്ന് പറയുന്ന 15 mm തിക്നെസ്സിൽ വരുന്ന എംസറിൻ്റെ ടൈലാണ്. ഇത് ഒരു ബ്രൗൺ, ഒരു ലെതർ ടച്ച് ഫിനിഷ് എന്ന് പറയുന്ന ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഫിനിഷിലുള്ള ഒരു ആയിട്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതും ഇവിടെ മാത്രമല്ല, ത്രൂ ഔട്ട് ഇതിനകത്ത് സ്റ്റെപ്പുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഇതേ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് നമുക്ക് അകത്ത് പോയിട്ട് നമുക്ക് പരിശോധിക്കാം. നമ്മൾ ഈ വീടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് കാണുന്നത് വളരെ വിശാലമായിട്ടൊരു ലിവിങ് ഏരിയ ആണ്. ഈ ലിവിങ് ഏരിയ എന്നല്ല, പൊതുവേ ഈ വീടിനകത്ത് പറയാത്തേക്ക് മനോഹരമായിട്ടുള്ള വാൾ പാനലിങ്ങുകൾ, അതുപോലെ തന്നെ വാൾ ആക്സസറീസ്, അതുപോലെ തന്നെ നല്ല രസകരമായിട്ടുള്ള ഫേർണിഷിംഗ് ഒക്കെ ചെയ്തിട്ട് വളരെ മനോഹരമായിട്ട് റിച്ച് ഒരു ലുക്ക് ആൻഡ് ഫീലുള്ള ഒരു ഇൻറ്റീരിയർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് 6x4 സൈസിലുള്ള സെപ്പോഡി ബീജ്, സൺഹാർട്ടിൻ്റെ സെപ്പോഡി ബീജ് എന്ന് പറയുന്ന ആ ഒരു പാറ്റേണിലുള്ള ടൈലാണിത്. ത്രൂ ഔട്ട് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ ലിവിങ് ഏരിയയുടെ ഒരു കണ്ടിന്യൂഷനാണ്. അവിടെ TV സെറ്റും കാര്യങ്ങളൊക്കെ അവിടെയുള്ളത്. അവിടെയും മനോഹരമായിട്ടുള്ളൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ അവിടെ നിന്നാണ് മേലേക്കുള്ള സ്റ്റെപ്പുകളുള്ളത്, അപ്സ്റ്റേഴ്സിലേക്കുള്ള. അവിടെ നമ്മൾ ആ സ്റ്റെപ്പിൽ യൂസ് ചെയ്തിട്ടുള്ള നമ്മൾ നേരത്തെ പുറത്ത് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബ്രൗൺ കളറിലെ ലെതർ ഫിനിഷിലുള്ള 15 mm തിക്നെസ്സിൽ വരുന്ന ആ ഒരു ടൈലാണ് അവിടുത്തെ സ്റ്റെപ്പുകളിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആണെങ്കിൽ ചെറിയൊരു തളമുണ്ട്, അതിനകത്ത് ഇങ്ങനെ വെള്ളാരം കള്ളികളൊക്കെ ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹാങ്ങിങ് സീറ്റ് ഉണ്ട് അവിടെ.
പിന്നെ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു ലിവിങ് അല്ല ഒരു ഡൈനിങ് ഏരിയയാണ്. ഡൈനിങ് സെറ്റ് വളരെ മനോഹരമായിട്ടുള്ള ടേബിളും സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെയും വാൾ പാനലിംഗ് മനോഹരമായി ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഇവിടുത്തെ വാഷ് ഏരിയ ഉള്ളത്. ഈ വാഷ് ഏരിയ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഉള്ളത്. പിന്നെ ഇവിടുന്ന് നമുക്ക് കിച്ചണിലേക്കുള്ള ഡോറും ഇവിടെ തന്നെയാണ് ഉള്ളത്. ഇതാണ് ഇതിൻ്റെ വീട്ടിലെ കോമൺ ഏരിയയുടെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ കിച്ചണിലുള്ളത്. ഈ കിച്ചൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ത്രൂ ഔട്ട് ചെയ്തിട്ടുള്ള ആ സെപ്പോഡി ബീജ് 6x4 ടൈൽ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്. പിന്നെ കിച്ചണിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ 15 mm തിക്നെസ്സിൽ സൺഹാർട്ടിൻ്റെ മെട്രിക്സ് വൈറ്റ് എന്ന് പറയുന്ന ഒരു സീരീസിൽപ്പെട്ട സ്ലാബ് മെറ്റീരിയൽ ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത്. ഈ കിച്ചൻ്റെ ഇവിടെ ഒരു ഐലൻഡ് കിച്ചൺ പോലെ കൊടുത്തിട്ടുള്ള ഭാഗത്തും ആ ടോപ്പ് ചെയ്തിട്ടുള്ളത് സെയിം ടൈലാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തുള്ള കൗണ്ടർ ടോപ്പും ചെയ്തിട്ടുള്ളത് സെയിം ടൈലാണ്. വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ കിച്ചൻ്റെ ഈ ഒരു ക്യാബിനറ്റ്സും കബോർഡ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചിമ്മിനി ഹോപ്സ് ഈ ഐലൻഡ് കിച്ചൺ പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പുറത്ത് അതിൻ്റെ മനോഹരമായിട്ടുള്ള പിയാനോ സിങ്ക് പോലത്തെ സിങ്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള കിച്ചണാണ്. ഈ കിച്ചണിൽ നിന്ന് നമുക്ക് മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ കിച്ചണിൽ നിന്ന് നമുക്ക് നേരെ ഇതിൻ്റെ ഒരു പാഷ്യോയിലേക്കുള്ളൊരു എൻട്രി ഉണ്ട്. വളരെ മനോഹരമായി സെറ്റ് ചെയ്തിട്ടുള്ള പാഷ്യോണ്. ഇതേ പാഷ്യോയിലേക്ക് നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു TV ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഏരിയയിൽ നിന്ന് നമ്മുടെ ആ മേലേക്കുള്ള സ്റ്റേഴ്സിൻ്റെ തൊട്ട് സൈഡിലൂടെ ഈ പാഷ്യോയിലേക്ക് തന്നെ എൻട്രി ഉണ്ട് അവിടുന്ന്. ഇനി നമുക്ക് ഈ വീട്ടിലെ റൂമുകളൊക്കെ ഒന്ന് പരിശോധിക്കാം. ഈ റൂമുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പുറത്ത് കോമൺ ഏരിയയിൽ പറഞ്ഞ പോലെ തന്നെ അവിടെ ചെയ്തിട്ടുള്ള ഇൻറ്റീരിയറിൻ്റെ വളരെ റിച്ച് ആൻഡ് ലുക്ക് ആൻഡ് ഫീൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിൻ്റെ തന്നെ ഒരു വൈബ് നിലനിർത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ റൂമുകളിലൊക്കെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള റൂമുകളാണ്. നിങ്ങൾ കണ്ടു നോക്കൂ. നമുക്ക് ഈ വീട്ടിലെ ബാത്റൂമുകൾ നോക്കാം. ഈ ബാത്റൂമുകളിലൊക്കെ 4x2 സൈസിലുള്ള ടൈൽസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ പലതരത്തിലുള്ള ഡിസൈൻസാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ WC ഒക്കെ belvit.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബെൽവിറ്റ് ബ്രാൻഡിൻ്റെ ഡീറ്റെയിൽസ് വഴി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ബെൽവിറ്റ് ബ്രാൻഡിൻ്റെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കോമൺ ബാത്റൂമിലാണ് അതിൻ്റെ ബെൽന എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടൊരു മോഡൽ ക്ലോസറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് അതായത് ബെൽവിറ്റിൻ്റെ ഇമ്പോർട്ടഡ് സീരീസിൽപ്പെട്ട ക്ലോസറ്റുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ബെൽവിറ്റ് ഉൾപ്പെടെയുള്ള ബ്രാൻഡുകളുടെ മെറ്റൽ ആക്സസറീസും കാര്യങ്ങളൊക്കെയാണ് ഈ ടോയ്ലറ്റുകളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് കയറിയിട്ട് ഇതിൻ്റെ സ്റ്റെയർസ് കയറി ഇതിൻ്റെ അപ്സ്റ്റെയർസിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഈ സ്റ്റെപ്പുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്പാർക്കിൾ ബ്രൗൺ എന്ന് പറയുന്ന ആ ലെതർ റിച്ച് ഫിനിഷിലുള്ള ആ 15 mm തിക്നെസ്സിലുള്ള ആ ടൈൽസ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ സ്റ്റെപ്പുകൾ മൊത്തം ചെയ്തിട്ടുള്ളത്. ആ സ്റ്റെപ്പുകളുടെ കട്ടിങ്ങിന് അവിടെ ഒരു ബീഡിങ് കാണാം. നമുക്കൊരു സ്പെഷ്യൽ ബീഡിങ്. അത് സാധാരണ എല്ലായിടത്തും കാണാത്തതാണ്. ഇതൊരു സംതിങ് സ്പെഷ്യലാണത്. പിന്നെ മേലെ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ കോമൺ ഏരിയയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6x4 സെപ്പോഡി ബീജിൻ്റെ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഹാൻഡ് റെയിലുകൾ ഇപ്പോൾ സ്റ്റെപ്പിൻ്റെ മേലെ കയറിയാവുന്ന സൈഡിൽ ഹാൻഡ് റെയിലുകൾ വുഡിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഗ്ലാസ്സാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ മേലെ വളരെ മനോഹരമായ ലൈറ്റിങ്ങുകൾ ഡിസൈനുകളൊക്കെയാണ്. ഇവിടെ ഈ GI പൈപ്പിൽ 3D ഡിസൈനുകൾ ചെയ്തിട്ടുള്ള ഒരു ഗ്രില്ലുണ്ട്. അതൊരു മനോഹരമായിട്ടുള്ളൊരു സംവിധാനമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വീട്ടിലെ ഒരു പാഷ്യോ ഏരിയ അല്ലേ അവിടെ ഉള്ളത്. ഈ പാഷ്യോയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ആ ഒരു TV ഒക്കെ ഇരിക്കുന്ന ആ ഒരു ലിവിങ് സ്പേസിൽ നിന്നും അതുപോലെ തന്നെ ഈ കിച്ചണിൽ നിന്നും ആക്സസ് ഉണ്ട്. ഈ വീടിൻ്റെ കൺസ്ട്രക്ഷനിലൊരു ഇമ്പോർട്ടൻ്റ് ഡിസൈനിലൊരു പ്രാധാന്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭാഗത്ത് അതിൻ്റെ റെസിഡൻസ് പാർട്ട്, അതായത് റൂമുകൾ ഒരു ഭാഗത്ത്, മേലക്കുള്ള സ്റ്റെപ്പ് കയറാനുള്ളതൊക്കെ ഒരു ഭാഗത്ത്, കിച്ചൺ അതുപോലുള്ള കാര്യങ്ങൾ മറ്റൊരു ഭാഗത്തും. അപ്പോൾ ഇതിനകത്ത് ഈ ലിവിങ് ഏരിയയിലേക്ക് ടച്ച് ചെയ്യാതെ കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് പോകാനൊക്കെ ഉള്ള സൗകര്യമുള്ള രീതിയിലാണ് ഈ ഒരു സ്പെഷ്യൽ ഡിസൈനിലാണ് ഈ ഒരു പാഷ്യോ ഏരിയ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള പാഷ്യോണ്. ഈ വീടിൻ്റെ എല്ലാ ഭാഗത്തും ഒരു ആക്സസ് കിട്ടുന്ന തരത്തിലൊരു നോട്ടം കിട്ടുന്ന തരത്തിലാണ് ഈ ഒരു പാഷ്യോൻ്റെ ഒരു പൊസിഷനിങ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഈ വീട് ഇന്ന് വിസിറ്റ് ചെയ്ത സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി ഈ വീടിൻ്റെ ഉടമസ്ഥ അനസ് അവരുടെ ഫാമിലി ഇവിടെ സ്ഥലത്തില്ല. ഇന്നിപ്പോൾ നമ്മളോട് കൂടെ എക്സ്പീരിയൻസ് പങ്കുവെക്കാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നത് അനസിൻ്റെ ഉമ്മ ഹൈറനീസ താത്ത, അതുപോലെ തന്നെ അനസിൻ്റെ ബ്രദറിൻ്റെ വൈഫ് റംഷീദ്, അവരെ മോന് റിക്കു, അതുപോലെ തന്നെ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ മൊത്തം ഹാൻഡിൽ ചെയ്ത റഷീദ് ഭായിയാണ്.
റഷീദ് ഭായി പറഞ്ഞതിൻ്റെ ശരിക്കും ഒരു കോൺട്രാക്ടർ ആയിരുന്നു. ഇതിൻ്റെ A to Z ഓരോ കാര്യങ്ങളും പേഴ്സണലി വന്നിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് വർക്ക് ഫിനിഷ് ചെയ്ത് മനോഹരമാക്കി മാറ്റിയതിൽ പ്രധാനപ്പെട്ട പങ്കുള്ള ഒരാളാണ് റഷീദ് ഭായി. അപ്പോൾ അതിന് റഷീദ് ഭായിനെ പ്രത്യേകം നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യണം. എന്തായാലും മൊത്തത്തിൽ മനോഹരമായ വീടാണ്. അപ്പോൾ ഈ വീട് ഇത്ര നല്ലൊരു വീട് ഉണ്ടാക്കിയതിന് നിങ്ങളെ കുടുംബത്തെ മൊത്തത്തിൽ ഞാനൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒരു വീടിനകത്തേക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ടൈൽസ് ആൻഡ് സാനിറ്ററി ഉൽപ്പന്നങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് ചങ്ങരംകുളത്തെ ബിൽഡേഴ്സിൽ നിന്ന് സപ്ലൈ ചെയ്യാൻ സാധിച്ചു. അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ തന്നു. അതിന് സ്പെഷ്യൽ താങ്ക്സ് വരെയാണ് നിങ്ങൾക്ക്. ഓക്കെ, ഇപ്പം നമ്മളെ അവിടെ നിങ്ങൾ വന്നു, സാധനങ്ങൾ സെലക്ട് ചെയ്തു, അതൊക്കെ ഇവിടെ എത്തിച്ച് ഇതൊക്കെ വിരിച്ചു കഴിഞ്ഞു. എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് അവിടെ വന്ന് സെലക്ട് ചെയ്തപ്പോഴും ഒക്കെയുള്ള എക്സ്പീരിയൻസ്? നന്നായിട്ട് അവർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് സാധനങ്ങളൊക്കെ എത്തിച്ചു തന്ന് പറയുമ്പോൾ തന്നെ തീർന്നാൽ അപ്പോഴേക്കപ്പം ഇങ്ങോട്ട് എത്തിക്കും. സാധനങ്ങളൊക്കെ നല്ലതായിരുന്നു. ഷാനിബും അവിടുത്തെ ഷെഫീഖും ഒക്കെ പ്രത്യേകം നല്ലതായിരുന്നു. നിങ്ങൾ ഹാപ്പി ആയിരുന്നു? സാധനം വന്നെല്ലാം ഹാപ്പിയാണ്. അതറിഞ്ഞാൽ മതി, നിങ്ങൾ ഹാപ്പിയാണെന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ അതാണ് ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറയാനുള്ളത്. അതാണ്. അപ്പോൾ റഷീദൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? സൂപ്പർ ഉള്ളത് ഇതൊക്കെയാണ് ഈ വീടുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ. ഈ വീട് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക, നിർദ്ദേശങ്ങൾ പങ്കുവെക്കുക. അതുപോലെ തന്നെ ഇനി വരുന്ന വീഡിയോകൾക്കും ഈ വീഡിയോക്കൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പരിപൂർണമായിട്ട് പിന്തുണ ഉണ്ടാവുക. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഈ വീട്ടിലെ ടൈൽസ് ആൻഡ് സാനിറ്ററി ഉൽപ്പന്നങ്ങൾ മുഴുവൻ ചങ്ങരംകുളത്ത് നമ്മൾ ബിൽഡേഴ്സിൻ്റെ ഷോറൂമിൽ നിന്നാണ് സപ്ലൈ ചെയ്തിട്ടുള്ളത്. ബിൽഡേഴ്സിൻ്റെ ഷോറൂം 25,000 സ്ക്വയർ ഫീറ്റ് സ്പെഷ്യലിറ്റിക്കകത്ത് ടൈൽസിൻ്റെയും സാനിറ്ററിയുടെ ഒരു വിസ്മയ ലോകമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിലെ എല്ലാ ഭാഗത്തും നമ്മൾ സൗജന്യമായിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ വീട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഒരു തവണ നമ്മളെ ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ അതാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന ഒരിക്കൽ കൂടെ കരുതാണ്. തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ ബൈ.